പശ്ചിമേഷ്യയുടെ ഭൗമരാഷ്ട്രീയ ഭൂപടത്തിൽ ഇന്ന് പുതിയൊരു അഗ്നിപർവ്വതം പുകയുകയാണ്. പതിറ്റാണ്ടുകളായി അമേരിക്കയും ഇസ്രയേലും ചേർന്ന് തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനായി വരച്ചുവെച്ച ചതുരംഗ കളത്തിലെ കരുനീക്കങ്ങൾക്കിടയിൽ ഇറാൻ എന്ന രാജ്യം തങ്ങളുടെ യഥാർത്ഥ കരുത്ത് പുറത്തെടുക്കുന്ന കാഴ്ചയാണിത്. ഇനി വെറും വാക്കുകൾക്കോ നയതന്ത്രപരമായ തന്ത്രങ്ങൾക്കോ അവിടെ സ്ഥാനമില്ല. ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കിയ പഴയ ഇറാന്റെ ചരിത്രം ഇന്ന് തിരുത്തി കുറിക്കപ്പെടുകയാണ്. ഇറാന്റെ സൈനിക തന്ത്രങ്ങളിൽ കഴിഞ്ഞ കുറച്ചു കാലമായി വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ശത്രുവിന്റെ ആക്രമണങ്ങൾക്ക് ചെറിയ രീതിയിൽ മാത്രം പ്രതികാരം ചെയ്തിരുന്ന ഇറാൻ ഇന്ന് അത്യധികം പ്രഹരശേഷിയുള്ള ആക്രമണം എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും അജയ്യമായ പ്രതിരോധ കവചങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അയൺ ഡോമിനെയും ഡേവിഡ് സ്ലിംഗിനെയും നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള മിസൈലുകൾ ഇന്ന് ഇറാന്റെ പക്കലുണ്ട്. ഇറാന്റെ മിസൈൽ ബങ്കറുകളിൽ നിന്ന് ഇന്ന് മുഴങ്ങുന്നത് കേവലം യുദ്ധപ്രഖ്യാപനമല്ല, മറിച്ച് ദശാബ്ദങ്ങളായുള്ള പാശ്ചാത്യ അധിനിവേശത്തിന് നൽകുന്ന ശക്തമായ മറുപടിയാണ്. ഖൊറംശഗർ 4 പോലുള്ള അഗ്നിശകരങ്ങൾ വിക്ഷേപണ തറകളിൽ ഗർജിക്കുമ്പോൾ അത് അമേരിക്കയുടെ ആഗോള അധികാരങ്ങളോടുള്ള തകർച്ചയുടെ ഔദ്യോഗിക വിളംബരമായി മാറുന്നു. ഇറാന്റെ പുതിയ യുദ്ധമുറകളിൽ ഏറ്റവും മാരകമായ ഒന്നാണ് സാച്ചുറേഷൻ അറ്റാക്ക്. വെറുമൊരു മിസൈൽ വിക്ഷേപണമല്ല ഇത്, മറിച്ച് ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ഒരൊറ്റ രാത്രി കൊണ്ട് തളർത്തുന്ന രീതിയാണിത്. നൂറുകണക്കിന് മിസൈലുകൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഒരേ നിമിഷം വിക്ഷേപിക്കുക വഴി ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒരേ സമയം ഇത്രയധികം ലക്ഷ്യങ്ങളെ നേരിടാൻ ശേഷിയില്ലെന്ന് ഇറാൻ തെളിയിക്കുന്നു. ഓരോ പോർമുനയും ആകാശത്ത് തീമഴ പെയ്യിക്കുമ്പോൾ പ്രതിരോധ സംവിധാനങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കാനും ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യമായി പതിക്കാനും ഇത്തരം വിക്ഷേപണങ്ങൾ സഹായിക്കുന്നു. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സാങ്കേതിക മേധാവിത്വത്തെ വെറും കളിപ്പാട്ടങ്ങളാക്കി മാറ്റാൻ ഇറാന്റെ ഈ പുതിയ യുദ്ധമുറയ്ക്ക് സാധിക്കുമെന്ന് അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു. ഇറാന്റെ തദ്ദേശീയമായ ശാസ്ത്രീയ കരുത്തിന്റെയും തകർക്കാനാവാത്ത ഇച്ഛാശക്തിയുടെയും പ്രതീകങ്ങളാണ് ഖൊറംശഗർ 4 മിസൈലുകൾ. ഏകദേശം 1 ടണ്ണിലധികം ഭാരമുള്ള വിനാശകാരിയായ പോർമുനകൾ വഹിക്കാനുള്ള ശേഷി ഈ മിസൈലിനുണ്ട്. കോൺക്രീറ്റ് കവചങ്ങളുടെ ഭൂഗർഭ ബങ്കറുകളെ പോലും തകർക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ അമേരിക്കൻ സാമ്രാജ്യത്വം പശ്ചിമേഷ്യയിൽ കെട്ടിപ്പടുത്ത സൈനിക ആധിപത്യത്തിൽ നിന്നുള്ള കൃത്യമായ മറുപടിയാണ്. പതിറ്റാണ്ടുകളായുള്ള സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിലും ഇത്തരം ഒരു സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്തത് പാശ്ചാത്യ രാജ്യങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. അമേരിക്കയിലിരുന്ന് ഭരണാധികാരികൾ മുഴക്കുന്ന അന്ത്യശാസനകൾക്കും സാമ്പത്തിക ഉപരോധങ്ങൾക്കും ഇറാൻ നൽകുന്ന പ്രായോഗിക മറുപടിയായി ഈ മിസൈലുകൾ ആകാശത്ത് ഗർജിക്കുന്നു. ഇറാന്റെ ലക്ഷ്യങ്ങൾ കേവലം കെട്ടിടങ്ങളല്ല, മറിച്ച് സാമ്രാജ്യത്വത്തിന്റെ അഹങ്കാരത്തെ തന്നെയാണ്. ശത്രു രാജ്യങ്ങളുടെ വിമാനത്താവളങ്ങൾ, കമാൻഡ് സെന്ററുകൾ, അത്യാധുനിക ബങ്കറുകൾ, തന്ത്രപ്രധാനമായ തുറമുഖങ്ങൾ, കമ്മ്യൂണിക്കേഷൻ ഹബ്ബുകൾ എന്നിവയെ പൂർണ്ണമായും നാമാവശേഷമാക്കുകയാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളും ഇസ്രയേലിലെ അതീവ സുരക്ഷിത മേഖലകളും ഇപ്പോൾ ഇറാന്റെ പ്രഹര പരിധിയിലാണ്. ഇത് അമേരിക്കയെ വലിയ രീതിയിൽ പരിഭ്രാന്തിയിലാക്കുന്നു. ദശാബ്ദങ്ങളായി പശ്ചിമേഷ്യയുടെ മണ്ണിലും വിഭവങ്ങളിലും അമേരിക്ക നടത്തുന്ന ചൂഷണങ്ങൾക്കെതിരെയുള്ള ഇറാന്റെ പടവാളാണ് ഈ മിസൈലുകൾ. വിദേശ ശക്തികളുടെ ചൊൽപ്പടിക്ക് നിൽക്കാതെ സ്വന്തം മേധാവിത്വം സ്വയം നിർണ്ണയിക്കുന്ന ഇറാന്റെ നിശ്ചയദാർഢ്യം ലോകത്തിന്റെ അധികാര സമവാക്യങ്ങളെ പാടെ മാറ്റിമറിക്കുമെന്നത് ഉറപ്പാണ്. ലോക ചരിത്രത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഉപരോധങ്ങൾ നേരിട്ട രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ. എന്നാൽ ഈ ഉപരോധങ്ങളെല്ലാം ഇറാന് പുതിയ അവസരങ്ങളായി മാറുകയാണ്. ആയുധങ്ങൾക്കും സാങ്കേതിക വിദ്യയ്ക്കുമായി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നതിന് പകരം സ്വന്തമായി വികസിപ്പിച്ചെടുക്കാനുള്ള ഇച്ഛാശക്തി അവർ പ്രകടിപ്പിച്ചു. മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഇറാൻ നേടിയ ഈ കുതിച്ചുചാട്ടം ഏതൊരു രാജ്യത്തെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഉപരോധങ്ങൾ കൊണ്ടൊരു രാജ്യത്തെ മുട്ടുകുത്തിക്കാമെന്ന പാശ്ചാത്യ മോഹങ്ങൾക്കുമേൽ ഇടുത്തിയായി പതിക്കുന്നതാണ് ഇറാന്റെ ഈ മിസൈൽ വിപ്ലവം. സാങ്കേതിക മേധാവിത്വം തങ്ങൾക്ക് മാത്രമാണെന്ന് അഹങ്കരിച്ചിരുന്ന രാജ്യങ്ങൾക്ക് ഇറാൻ നൽകുന്ന ഈ തിരിച്ചടി ലോകമെമ്പാടുമുള്ള മർദ്ദിത ജനവിഭാഗങ്ങൾക്ക് ആവേശമാണ്. ഇസ്രയേലിന്റെ അയൺ ഡോം, ആരോ, ഡേവിഡ് സ്ലിംഗ് തുടങ്ങിയ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു കളയാൻ കഴിയാത്തവയാണെന്നായിരുന്നു പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ ഇറാൻ നടത്തിയ സമീപകാല മിസൈൽ ആക്രമണങ്ങൾ ഈ അവകാശവാദങ്ങളുടെ പൊള്ളത്തരം തുറന്നുകാട്ടി. ലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ഇസ്രയേൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ വെറും തുച്ഛമായ ചിലയിൽ നിർമ്മിക്കുന്ന ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇറാൻ നിഷ്പ്രഭമാക്കി. ഓരോ ഇറാനിയൻ പോർമുനയും ലക്ഷ്യസ്ഥാനത്ത് പതിക്കുമ്പോൾ തകരുന്നത് കേവലം ലക്ഷ്യസ്ഥാനങ്ങളല്ല, മറിച്ച് ലോകത്തെ തങ്ങളുടെ കാൽക്കീഴിലാക്കാമെന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ അന്ധമായ അഹങ്കാരമാണ്. കളി മാറി തുടങ്ങിയിരിക്കുന്നു. ഇനി പശ്ചിമേഷ്യയുടെ വിധി നിർണ്ണയിക്കുന്നത് അമേരിക്കയുടെ ശീതീകരിച്ച മുറികളിലിരുന്നോ അല്ലെങ്കിൽ പെന്റഗണിലെ കമാൻഡ് സെന്ററുകളിലിരുന്നോ ഉള്ള ഉത്തരവുകളല്ല, പകരം ഇറാനിലെ അതീവ സുരക്ഷിതമായ ബങ്കറുകളിൽ നിന്നുള്ള പോരാളികളുടെ ചടുലമായ നീക്കങ്ങളായിരിക്കും. അത് ആധിപത്യത്തിന്റെ അവസാനവും അതിജീവനത്തിന്റെ പുതിയൊരു ഉദയവുമായിരിക്കും. പതിറ്റാണ്ടുകളായുള്ള അടിമത്തത്തിന് അന്ത്യം കുറിക്കാനുള്ള നീതിക്ക് വേണ്ടിയുള്ള വിശുദ്ധ പോരാട്ടമായാണ് ഇറാൻ ഇതിനെ കാണുന്നത്. തങ്ങളുടെ ഓരോ തുള്ളി ചോരയ്ക്കും പലിശ സഹിതം പകരം വീട്ടാൻ അവർ തയ്യാറെടുത്തു കഴിഞ്ഞു. ഓരോ മിസൈൽ വിക്ഷേപിക്കപ്പെടുമ്പോഴും അത് നീതിക്ക് വേണ്ടിയുള്ള വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാകും. ഇറാന്റെ ഈ സൈനിക മുന്നേറ്റം കേവലം ഒരു യുദ്ധത്തിന്റെ തയ്യാറെടുപ്പല്ല, മറിച്ച് ലോകാധികാര സമവാക്യങ്ങളിൽ ഉണ്ടാകുന്ന വലിയൊരു പൊളിച്ചെഴുത്താണ്. വിദേശ ശക്തികളുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത സ്വന്തം അന്തസ്സും അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യത്തിന് എത്രത്തോളം ഉയരത്തിൽ പറക്കാൻ കഴിയുമെന്ന് ഇറാൻ തെളിയിക്കുന്നു. പശ്ചിമേഷ്യയിൽ ആധിപത്യം ഉറപ്പിക്കുമെന്ന അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും വ്യാമോഹങ്ങൾക്ക് മുകളിൽ ഇപ്പോൾ മരണമേഘങ്ങൾ പടരുകയാണ്. ഇറാൻ നടത്താൻ പോകുന്ന ഈ തിരിച്ചടി പശ്ചിമേഷ്യയിലെ ദശാബ്ദങ്ങളായുള്ള പാശ്ചാത്യ ഇടപെടലുകൾക്ക് അന്ത്യം കുറിച്ചേക്കാം. കളി മാറിയിരിക്കുന്നു. ഇനി പശ്ചിമേഷ്യയുടെ മണ്ണിൽ ചരിത്രം കുറിക്കുന്നത് തദ്ദേശീയമായ പോരാട്ടവീര്യമായിരിക്കും.
ഓരോ മിസൈലും വിക്ഷേപിക്കപ്പെടുമ്പോൾ തകരുന്നത് ഒരു കാലഘട്ടത്തിന്റെ അഹങ്കാരമാണ്, ഉയരുന്നത് പുതിയൊരു അതിജീവനത്തിന്റെ വെളിച്ചവും.